ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് വേണം. ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ആവശ്യമാണ്. അപ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും ജിമെയിൽ ID ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. എല്ലാവരും അത്യാവശ്യം ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. എന്നാൽ നമുക്കൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഈ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ജിമെയിൽ എന്ന് കാണാം. ഞാൻ ജസ്റ്റ് ജിമെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ജിമെയിൽ ID നേരത്തെ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ID ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമെയിൽ ID ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല, നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് പാസ്വേഡും കൊടുത്ത് എൻ്റർ ചെയ്ത് നമുക്ക് യൂട്യൂബിലേക്ക് പോവാം. അതല്ല എങ്കിൽ നമ്മൾ പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പുതിയ ഒരു ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഫോർ മൈ പേഴ്സണൽ യൂസ്, ഫോർ മൈ ചൈൽഡ്, ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് എ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും. എൻ്റർ യുവർ നെയിം, നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പേര് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പം നിള എന്ന പേര് ടൈപ്പ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഞാനൊരു ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുക്കുന്നതാണ്. 30/5/2000 എന്ന് കൊടുത്തു. ജെൻഡർ സെലക്ട് ചെയ്യുക. അതിൽ ഞാൻ മെയിൽ എന്ന് സെലക്ട് ചെയ്യുന്നു. മെയിലോ ഫീമെയിലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തുകൊള്ളുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എനിക്ക് ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് 3 ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തതും രണ്ടാമത്തതും ഈ ഗൂഗിൾ തന്നെ എനിക്ക് തന്നിട്ടുള്ള 2 ഓപ്ഷനാണ്. അതിലേതെങ്കിലും ഒരു ജിമെയിൽ ID മതിയെങ്കിൽ എനിക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതല്ല, പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഞാനവിടെ ഓപ്ഷനിൽ ജസ്റ്റ് ഒരു ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിള മീഡിയ എന്ന് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് എന്ന് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദാറ്റ് യൂസർ നെയിം ഇസ് ടേക്കൺ, ട്രൈ അനദർ. ഈ യൂസർ നെയിം നിങ്ങൾക്ക് കിട്ടില്ല, വേറൊരു യൂസർ നെയിം ഉപയോഗിക്കാനാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ നിള മീഡിയ 2025 എന്ന് കൊടുത്തു. എന്നിട്ട് വീണ്ടും നെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമില്ല, അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിള മീഡിയ 2025 എന്ന് പറയുന്ന ആ ഒരു ID നമുക്കവിടെ ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ്, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സും നമ്പേഴ്സും സിമ്പിൾസും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രോങ് പാസ്വേഡാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഷോ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. അതേ പാസ്വേഡ് തന്നെ കൺഫേം എന്ന് പറയുന്ന ഓപ്ഷനിലും കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഓപ്ഷൻ കൂടെ ചോദിക്കുന്നുണ്ട്, ആഡ് റിക്കവറി ഇമെയിൽ. അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമെയിൽ IDക്ക് എന്തെങ്കിലും ഫോൾട്ടോ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഇമെയിൽ ID കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വെച്ചിട്ട് നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അത് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അതിനെ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. ഞാനിവിടെ സ്കിപ്പ് ചെയ്ത് വിടുന്നു. പിന്നെ ഫോൺ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്, വെരിഫൈയിങ് യുവർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമല്ലോ ഗൂഗിളിന്. അതിലേക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഞാൻ അവിടെ ഒരു 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് ഇങ്ങോട്ട് അയക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഞാൻ സെൻഡ് ചെയ്യുക. സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു.
അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ എൻ്റർ വെരിഫിക്കേഷൻ കോഡ്, നിങ്ങളുടെ ഫോൺ നമ്പറിൽ കിട്ടിയിട്ടുള്ള വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഫോണിൽ ആ വെരിഫിക്കേഷൻ കോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കിട്ടിയ വെരിഫിക്കേഷൻ കോഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഗെറ്റ് മോർ ഫ്രം യുവർ നമ്പർ, നിങ്ങളുടെ നമ്പറിൽ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ സ്ക്രിപ്റ്റ് ചെയ്ത് വിടുകയാണ്. അതൊക്കെ പിന്നീട് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് എന്താണ് nilamedia2025@gmail.com എന്ന് പറയുന്ന പേരിലൊരു ഇമെയിൽ ഐ ഡി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മൾ കൊടുത്ത ഫോൺ നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. അതിന് ഇത്രയും ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രൈവസി ആൻഡ് ടേംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇതൊക്കെ എല്ലാം വായിച്ച് നോക്കേണ്ട ഓപ്ഷൻസാണ്. എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം ഐ എഗ്രി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ആ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വരികയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ജിമെയിൽ ഐ ഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പിടിയിട്ടില്ലോ. ഈ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി നിങ്ങളുടെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ വിൻഡോയിൽ നിന്നുകൊണ്ട് തന്നെ എവിടേക്ക് പോകുന്നു, യൂട്യൂബിലേക്ക് പോകുന്നു. അതിലേക്കായിട്ട് ഇവിടെ ഒരു കുറച്ച് ഡോട്ട്സ് ഇവിടെ കാണാൻ പറ്റും. ഗൂഗിൾ ആപ്സ് ആണ് അതിനകത്തുള്ളത്. കുറച്ച് ഡോട്ട്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ യൂട്യൂബിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ എൻ എന്ന് കാണുന്നുണ്ട്, കണ്ടില്ലേ? നിളയുടെ ഫസ്റ്റ് ലെറ്ററാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എൻ എന്ന് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രിയേറ്റ് എ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. നെയിം, യൂട്യൂബിൻ്റെ നെയിം എന്താണ് കൊടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഞാനവിടെ കൊടുക്കുന്നു നിള മീഡിയ. അപ്പോൾ നിള മീഡിയ എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് നിള മീഡിയ എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റെ ഹാൻഡിൽ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിള മീഡിയ എന്നുള്ളതിൻ്റെ അടുത്ത് വേറെ കുറേ എന്തൊക്കെയോ അവർ തന്നിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ 2025 എന്ന് കൊടുത്തു. അപ്പോൾ അതും കൊടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ, ക്രിയേറ്റ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് യുവർ ചാനൽ ഈസ് ബീയിങ് ക്രിയേറ്റഡ്. നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് ബാക്ക് ഇൻ എ ഫ്യൂ മൊമെൻറ്റ്സ്. ഒരല്പം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ബാക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് ഇവിടെ ഈ ഹോം എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ ഈ ഹോം എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ പഴയ ഹോമിലേക്ക് പോയിട്ടുണ്ട്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ നേരത്തെ എടുത്തതുപോലെ തന്നെ യുവർ ചാനൽ, നേരത്തെ ക്രിയേറ്റ് ചാനലായിരുന്നു, ഇപ്പോൾ യുവർ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ ഇവിടെ ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്തുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് എന്താണ്, നമുക്കിവിടെ ഹോമുണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്, ചാനൽസ് ഉണ്ട്, എബോട്ട് ഉണ്ട്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് അവിടെ കാണുന്നുണ്ട്. പിന്നെ കസ്റ്റമൈസ് ചാനലുണ്ട്, മാനേജ് വീഡിയോസ്, ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമൈസ് ചാനലാണ്. നമ്മളെ ചാനലിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്താണുള്ളത്. അപ്പോൾ കസ്റ്റമൈസ് ചാനലാണ് നമ്മളത് ക്ലിക്ക് ചെയ്തകത്തേക്ക് പോകേണ്ടത്. അതിന് മുന്നേ ഇവിടെ അപ്ലോഡ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനകത്തേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ്. അപ്പോൾ അപ്ലോഡ് വീഡിയോ കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് കയറാം. അതിനകത്തേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഞാൻ കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാനിതൊക്കെ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇവിടെ ഒന്നുമില്ല, നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് നേരെ ക്ലിക്ക് ചെയ്ത് വന്നപ്പോൾ കാണാൻ പറ്റിയത് ഒന്ന് ലേഔട്ട് ഉണ്ട്, ബ്രാൻഡിങ് ഉണ്ട്, ബേസിക് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. യൂട്യൂബിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തുന്നതെല്ലാം ഇവിടെയാണ്. ഇവിടെ ഡാഷ്ബോർഡ് കാണാം, കണ്ടൻറ്റുകൾ, നമ്മൾ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ കണ്ടൻറ്റുകൾ എല്ലാം ഇവിടെ കണ്ടൻറ്റിൽ കാണാം. അനലിറ്റിക്സ്, അത് എങ്ങനെയാണ് അതിൻ്റെ ട്രാഫിക് വരുന്നത്, ക്യാഷ് വരുന്നത് എങ്ങനെയാണ്, എത്ര ആൾക്കാർ കാണുന്നുണ്ട്, ലൈക്ക് എത്ര കിട്ടിയത്, എല്ലാ കാര്യങ്ങളും അനലിറ്റിക്സിൽ കാണാം.
കമൻസ്, നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് വരുന്ന കമൻസ് കാണാം, സബ് ടൈറ്റിൽ, കോപ്പിറൈറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കാണാം. തൊട്ടടുത്തൊരു ഏണെന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ഏണെന്ന് പറയുന്നത് നമ്മുടെ മോണിറ്റൈസേഷൻ ഓക്കെ ആക്കേണ്ട ഓപ്ഷനാണ്. അപ്പോൾ അത് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയത് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പേജാണ്. പിന്നെ നമ്മളിവിടെ കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് പോയി. അപ്പോഴാണ് ഈ ഒരു വിൻഡോ കിട്ടിയത്. അപ്പോൾ ഈ ഒരു ചാനലിനകത്ത് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യണം. പിന്നെ പ്ലേലിസ്റ്റുകൾ വേണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. ചാനൽസ്, എബോട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ബാക്കി ഭാഗങ്ങൾ കാണാം.